നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളിയെ നർമ്മത്തിൻ്റെ ഹരിശ്രീ പഠിപ്പിച്ച കോളാമ്പിയും രമണനുമായി മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നമ്മുടെ സ്വന്തം ഹരിശ്രീ അശോകനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. വടിയൊക്കെ ആയിട്ട് വന്നേക്കുന്നത് വടിയല്ല, പെൻസിലാണത്. ജി ഒരു പേനടിക്കുമ്പോൾ ഒരു പെൻസിലും കൂടെ എൻ്റെ കയ്യിൽ വേണ്ടേ? നമുക്കൊരു ഒടിവിധി ചെയ്യാനുള്ള പരിപാടിയാണ്. അതല്ല, ഇതൊരു ഒരു എന്താ പറഞ്ഞ ഒരു മാജിക് വടി എന്നൊക്കെ പറഞ്ഞ ധൈര്യം ഉണ്ടാവില്ല. ഓക്കെ, മാജിക്കാരുടെ കയ്യിൽ എപ്പോഴും വടി ഉണ്ടാവും. ആ ഒരു ധൈര്യത്തിന് ഞാൻ ആ വടിയെ ഒന്ന് നിർവീര്യമാക്കട്ടെ, അതല്ലെങ്കിൽ എനിക്കിട്ട് പണി കിട്ടും മിക്കാറ്. ഇല്ലില്ല, ഇത് വെറുതെ ഒരു പെൻസിൽ, അത്ര നിരുപദ്രവകരമായിട്ടാണ്. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല ഇതിന്. ഇന്ന് മലയാള സിനിമയിലുള്ള എല്ലാവരെയും എടുത്തു നോക്കിയാൽ പക്ഷേ ഇത്രത്തോളം തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു പടുകുഴിയിൽ നിന്ന് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ പിച്ച വെച്ച് വന്ന ഒരു നടൻ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഉണ്ടാവില്ല. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുടെ വളരെ ഹമ്പിൾ ബിഗിനിങ് ആണ്. മലയാള സിനിമയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ വളർന്നു വന്നു എന്നുള്ളത്. ഒരുപക്ഷെ ബോളിവുഡിൽ നടക്കില്ല. ബോളിവുഡിലൊക്കെ ഈ പറഞ്ഞ സിൽവർ സ്പൂണിലൂടെ വരുന്ന ആൾക്കാർ. പക്ഷേ ഈ ഒരു തരക്കാരിൽ പോലും അശോകൻ വേറിട്ട് നിൽക്കാൻ കാരണം അശോകൻ ഈ കൊച്ചി നഗരത്തിലൊക്കെ ഒരു പിക്കാക്സ് കൊടുത്ത് കുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതെ, SSLC പാസ്സായതിന് ശേഷം. പാസ്സായോ? പാസ്സായി. ഞാൻ തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സെറ്റപ്പായിരുന്നു അന്ന്. കാരണം അന്ന് ഞങ്ങളൊരു സന്തുഷ്ട കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും 9 മക്കളും. 9 മക്കൾ. അശോകൻ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ 9 മക്കളുള്ളതുകൊണ്ട് ആരും കള്ളന്മാർ വീട്ടിൽ വന്നിരുന്നില്ല എന്ന്. ഇല്ലില്ല, കാരണം വെച്ചാൽ അന്ന് വീട് തന്നെ ഒരു ചെറിയ വീടായിരുന്നു. അപ്പോൾ വീട്ടിൽ കള്ളന്മാർ വന്നാൽ ഈ ഓടിളക്കിയിട്ട് ഇങ്ങനെ കെട്ടി വേണേൽ ഇറങ്ങാനായിട്ട്. അങ്ങനെ ഇറങ്ങി വന്നാൽ കാലുകുത്താൻ സ്ഥലമില്ല. ആരുടെയും തലേ മക്കൾ നേർന്ന് കിടക്കുകയല്ലേ, അപ്പം എവിടെ കാലുകുത്താൻ? അങ്ങനെ ഒരു പ്രാവശ്യം കള്ളം വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. വന്നൊഴിയാൻ തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ കൊച്ചി നഗരത്തിൽ ഒരു സാധാരണ ഒരു തൊഴിലാളിയായിട്ടാണ് അശോകൻ മാറി അല്ലേ SSLC കഴിഞ്ഞ്? അതെ അതെ. തൻ്റെ ജീവിതം അവിടെ അടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചപ്പോഴെങ്കിലും? ഞാൻ അങ്ങനെ ഇല്ല. ഒരു സമയത്തും മുൻകൂട്ടി ഒന്നും അങ്ങനെ കാണാറില്ല. ചെയ്യുന്ന സമയത്തൊക്കെ വളരെ സത്യസന്ധമായിട്ടും അവിടെ എന്തോരം നമ്മൾ അധ്വാനിക്കേണ്ടി വരുന്നത് അതൊരു സുഖമായിട്ട് ഞാൻ കണ്ടെത്തുകയാണ് എല്ലാത്തിലും. ഒരു ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടെങ്കിൽ പണ്ട് റാഫി മെക്കാട്ടിയും കൂടി പഞ്ചാബി ഹോസ്റ്റിൻ്റെ പടത്തിലൊരു ഡയലോഗ് എഴുതി. അത് ആ പടത്തിലില്ല. അതിൽ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തതാണ്, മുറിച്ച് കളഞ്ഞത് അല്ല. കാരണം അത് അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ അവിടെ കൊണ്ട് ഭയങ്കരമായിട്ട് കുഴപ്പമാവും. കാരണം ത്രൂ ഔട്ട് ഇങ്ങനെ കോമഡി കളിക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പെട്ടെന്നൊരു സെൻറ്റിമെൻറ്റ്സ് പറയുകയാണ്. അപ്പോൾ ആ ഒരു കരച്ചിൽ എൻ്റെ ആ ക്യാരക്ടർ കരഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണ് നനഞ്ഞാൽ ഒന്ന് പടം ഡ്രോപ്പ് ആകുമെന്നാണ് അതിന് മറുപടി. അശോകൻ ആ സീന് നിലനിർത്താൻ വേണ്ടി പഠിച്ച പണി ഒരുപാട് നോക്കി റാഫി മെക്കാട്ടിമാർ പറഞ്ഞു. അതായത് എങ്ങനെയെങ്കിലും രാവിലെ അശോകൻ്റെ കോള വരിക, ഇവിടെ ഒന്ന് നിർത്തേ, അത് കട്ട് ചെയ്യരുതേ. അതിന് കാരണമുണ്ട് അങ്ങനെ പറയാൻ. ഞാൻ ഈ സീൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടൊക്കെയുള്ള നമ്മളൊരു സെന്റിമെന്റ്സ് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു എന്താ പറയുക, ആ തീവ്രതയോടെ തീഷ്ണതയോടെ ആ ഒരു ഡയലോഗ് ആ സിനിമയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കട്ടെ. ഞങ്ങൾ ഒന്ന് പറഞ്ഞു അശോകൻ. ഞാൻ പറയാം. അപ്പോൾ ഇതിനൊരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ. ഈ സീന് അപ്പോൾ അഭിനയിച്ച് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും സിദ്ദിഖും കൂടിയിട്ട് സിദ്ദിഖിൻ്റെ ഓഫീസിലിരിക്കുക, ഡയറക്ടർ സിദ്ദിഖും കൂടിയിട്ട് അവിടെ നമ്മുടെ ഊമയായിട്ട് അഭിനയിച്ച ആ കുട്ടിക്ക് ഡബ് ചെയ്യുന്നത് സരിതയായിരുന്നു. കുറേ പേര് ഡബ് ചെയ്തിട്ട് ശരിയായില്ല. അങ്ങനെ സരിത ഡബ് ചെയ്തിട്ട് അവിടുന്ന് സിദ്ദിഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ സിദ്ദിഖ് അത് ഞാൻ ഡബ് ചെയ്തിട്ട് കുഴപ്പമില്ല, കുറച്ച് ഡബ് ചെയ്തിട്ടുണ്ട്, എന്നാൽ കണ്ടിന്യൂ ചെയ്തോന്ന് സിദ്ദിഖ് പറഞ്ഞു. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചിട്ട് എന്നോട് ഈ സരിത സിദ്ദിഖിനോട് പറഞ്ഞു, ഞാനൊരു സീൻ കണ്ടു അതിൽ നമ്മുടെ ഹരിശ്രീ അശോകൻ ചെയ്തേക്കുന്ന ഒരു സീൻ, വളരെ സെൻറ്റിയായിട്ടൊരു സീൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ടച്ചിങ് ആണത്, ഗംഭീരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് തോന്നി. അപ്പോൾ സിദ്ദിഖ് ആളിവിടെ ഇരിപ്പിട്ട് ഞാൻ കൊടുക്കാമെന്ന് പിന്നെ മൊബൈൽ എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ സരിത പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം നമുക്ക് അവരിൽ നിന്നൊക്കെ കിട്ടുന്ന അത്രയും അത് കഴിഞ്ഞ അന്ന് തുടങ്ങി അതിൻ്റെ പിറ്റേ സമയം തുടങ്ങി ഞാൻ വിളി തുടങ്ങി റാഫി മെക്കാട്ടിനെ വിളിച്ച്, അത് കളയല്ലേ, അത് പോകും, ദൈവമേ ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡെയിലി വിളിക്കും. അങ്ങനെ പറഞ്ഞ് അത് കട്ട് ചെയ്ത് പോയി. പക്ഷേ ഇവിടെ വന്ന് സിനിമ ഇറങ്ങിയിട്ടും ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും അത് ഇട്ടൂടെ, സിനിമ ഓടുന്നുണ്ടല്ലോ, ഇനിയാണ് പ്രശ്നം, ഇനി അത് ഇട്ടാൽ ചിലപ്പോൾ അശോകനെ കണ്ണു വെക്കുമെന്ന് ഒരു മറുപടി അവരുണ്ടായിരുന്നു. മറുപടി കണ്ടുവച്ചു. ആ ഒരു സീനെ നമ്മൾ ആ പഞ്ചാബി ഹൗസിലേക്ക് പുനരാവിഷ്കരിക്കുകയാണ്. ദയവേത് മറ്റ് സിനിമാക്കാരൊന്നും കണ്ണുവച്ചേക്കരുത്. കുറേ പേര് കണ്ണുവച്ചിട്ടാണ് അതിന് ചേട്ടൻ നല്ല വേഷങ്ങൾ വേറെ കിട്ടിയത്. അതെ, അന്നാ കണ്ണ് വെച്ചോളൂ. ഒരു കണ്ണ് വേണമെന്നേ ഞാൻ പറയാം. ഒരു കണ്ണ് വേണം.
രണ്ട് കണ്ണും ആഴത്ത് വെക്കരുത്. ഓക്കെ, ശരി അശോകൻ. ഞാനിങ്ങനെ ഇത് കഞ്ഞി ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കുടിക്കാതെ ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുകയാണ്. സന്ധ്യാസമയം ദിലീപ് വന്നിൻ്റെ തോളെ കൈ വെച്ചിട്ട് പറയും, രമണ നിനക്കുണ്ടോ ദേഷ്യമാണെന്ന് വയ്ക്കും. അപ്പം ഞാൻ പറയും, ഞാൻ എന്തിനാ ദേഷ്യപ്പെടണത്? സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് ഈ രമണൻ, അത് നിനക്കറിയാമോ? പിന്നെ നീ വിചാരിക്കും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ കിടന്നതിനാണ് നീ കഷ്ടപ്പെടുന്നതെന്ന് നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. മരിക്കാൻ നേരത്ത് അല്പം കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. പിന്നെ എന്ത് ദുഃഖമുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഞാനൊരു സുഖം കണ്ടെത്തൂടാ. ഇപ്പം ഈ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെട്ടിട്ട് കഞ്ഞിയില്ലേ, അത് കുടിക്കുമ്പോൾ ഒരു സുഖം അറിയാവാ. ഇത് നമ്മൾ ചെയ്യണേ. ഇതുപോലെ ഒരു കയ്യടി ഉണ്ടായിരുന്നു. അശോകൻ കരഞ്ഞു, യഥാർത്ഥത്തിൽ കരഞ്ഞു പോയി. എൻ്റെ കണ്ണെന്ന് വരിക അങ്ങനത്തെ ഒരു ഡയലോഗാണ് അസീനത. ഒരുപക്ഷെ അശോകൻ്റെ ആദ്യകാലത്തിലേക്ക് അശോകൻ മടങ്ങിയോ? അങ്ങനൊന്നുമില്ല, ഇല്ല. ആ സീൻ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഇത് ഈ കയ്യടി ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അശോകൻ്റെ ഒരു ജീവിത രേഖയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചെങ്കിൽ പോലും ആഹ്ലാദം അനുഭവിച്ച ആളാണ് അശോകൻ. അതെ അതെ. ഞാൻ പറഞ്ഞില്ലേ, മിമിക്രി എന്ന് പറയുന്ന കലയിലൂടെ, അതായത് SLC പാസ്സായതിനു ശേഷം കോളേജിൽ പോകണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ഒരവസ്ഥ, അതായത് ഞങ്ങൾ 9 മക്കളും അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കൂടാതെ ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അത് ഒന്ന് ദാരിദ്ര്യവും ഒന്ന് പട്ടിണിയും. അങ്ങനെ ഞങ്ങൾ മക്കൾ തന്നെ 11 പേര്, ഈ ദാരിദ്ര്യവും പട്ടിണി അടക്കം. പിന്നെ ഒരു അച്ഛനും അമ്മയും. അച്ഛൻ സൈക്കിൾ റിക്ഷ ആളാണ്. സൈക്കിൾ റിക്ഷ. പുള്ളി അങ്ങനെ വീട്ടിലൊന്നും കൃത്യമായിട്ട് വന്നിരുന്നില്ല. വീട്ടിലൊക്കെ വരും, പക്ഷെ വരുന്നത് ഒരു പെട്ടി പലഹാരമായിട്ടായിരിക്കും. അതായത് ഒരു കൈ നിറയെ പലഹാരം കഴിക്കണം എന്നുള്ളതാണ്. ആ ഒരു ദിവസമാണ് ശരിക്കുള്ള ഭക്ഷണം. അപ്പോൾ അങ്ങനെ കുറച്ച് SLC പാസ്സായതിനു ശേഷം ഇങ്ങനെ കോളേജിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അത് ആഗ്രഹം വേറൊന്നുമല്ല, പഠിക്കുക എന്നതിനേക്കാൾ ഉപരി മിമിക്രി യൂണിവേഴ്സിറ്റി വിന്നറാവണം അന്നത്തെ ആഗ്രഹം. എങ്കിൽ മാത്രമേ എല്ലാം തികഞ്ഞൊരു മിമിക്രി അല്ലെങ്കിൽ ഒരു മിമിക്ക് ആവുള്ളൂ എന്ന് തോന്നുന്നു. ഈ അഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ അന്ന് പക്ഷേ അറിയാത്ത കാര്യങ്ങളിൽ പോലും പിന്നെ അശോകൻ ഉണ്ടായിരുന്നല്ലോ. ഓട്ടം, ചാട്ടം, അതൊക്കെ ജാവലിന്, ഷോർട്ട് പുട്ട്, അതൊക്കെ ഒരു കോമഡി. ഷോർട്ട് പുട്ട് എറിഞ്ഞിട്ടുണ്ട് ഈ ശരീരം വെച്ചിട്ട്. അല്ലാതെ അത് എനിക്ക് കഥകളുണ്ട്. കാരണം വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊരു ഓളിനോളായിരുന്നു. എന്ത് കാര്യത്തിനും ഞാനുണ്ടാവും അതിൻ്റെ ഒരു 1ാം സ്ഥാനത്തായിട്ട്. അപ്പോൾ അതിൽ സ്പോർട്സിന് എനിക്ക് വലിയ ഇതൊന്നുമില്ല, എന്നാലും ഞാൻ വേണമെന്ന് നിർബന്ധമാണ് എല്ലാവർക്കും. അപ്പോൾ ഷോർട്ട് പുട്ടൊക്കെ എറിയുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു തമാശക്കാരനാണ്. സ്പോർട്സിലും തമാശ തന്നെ ആയിരുന്നു. ഷോർട്ട് പുട്ട് ഇങ്ങനെ റൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ഇവിടെ തന്നെ എറിയും. ദൂരയിലേക്ക് വരുന്ന സ്റ്റൈലും ഇന്ത്യയുടെ ജേഴ്സിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കോമഡി ഷോ. പിന്നെ ഞാൻ 1000 മീറ്റർ 2000 മീറ്ററൊക്കെ ഓട്ടത്തിന് ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഓടും. പക്ഷേ ഓടി ഫസ്റ്റും സെക്കൻഡും തേർഡും ബാക്കിയുള്ളവർ പോയിട്ടുണ്ടാവും. അടുത്ത ഓട്ടം ഇവിടെ ആരംഭിച്ചാൽ അശോകൻ അവിടെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഓടി തീരാതെ ശരിക്കും വിളിക്കാൻ പറ്റില്ല അടുത്ത ബാച്ചിന്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ത്യയുടെ ജേഴ്സിയൊക്കെ ഇട്ട് അവിടെ ഗ്ലൂക്കോസൊക്കെ ആയിട്ട് പലരും നിൽപ്പുണ്ട്, അതൊക്കെ കഴിച്ച് ചെറുനാരൊക്കെ ചപ്പി ഞാനിങ്ങനെ ചുമ്മാ വിശേഷമൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനെ തമാശയായിരുന്നു, അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതല്ലെങ്കിൽ പണ്ടേ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തു പോയത്. അപ്പോൾ അതിലുമൊക്കെ താല്പര്യം. സ്പോർട്സിലും ഞാൻ എല്ലാത്തിനും പോകും, എല്ലാവരും കൂടെ ഭയങ്കര ഒരു എനർജി ആയിരുന്നു. മറ്റ് സ്പോർട്സിൽ എല്ലാവർക്കും ഞാനൊരു എനർജി തന്നെ ആയിരുന്നു.